അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അപ്പോൾ എൻ്റെ ലൈഫിലെ ഒരു പുതിയ തുടക്കത്തിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ജൂലൈ 1 എൻ്റെ ഫസ്റ്റ് കോളേജിലോട്ട് പോകുന്ന ദിവസമാണ്. എന്താ പറയുക, എനിക്ക് സന്തോഷമുണ്ട്. സങ്കടം വരേണ്ട കാര്യമില്ലല്ലോ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ സ്കൂൾ ലൈഫിൽ നിന്ന് കോളേജ് ലൈഫിലോട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും ഒരു പുതിയ ഫ്രണ്ട്സ്, കോളേജ്, അതൊക്കെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഇന്ന് പോയി നോക്കാം. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. എന്തായാലും നിങ്ങളെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഫുൾ വ്ലോഗ് കാണുക. ഫസ്റ്റ് ഡേ കോളേജിൽ പോകുന്നത് ഇങ്ങനെ കേട്ടോ. കൊള്ളാവോ ഗൈസ്? കൊള്ളാമെന്ന് തോന്നുന്നു. സ്കൂൾ കഴിഞ്ഞെന്ന് തോന്നുന്നതേ ഇല്ല. വെക്കേഷൻ കഴിഞ്ഞ് ഞാനിനി എങ്ങനെ ഉറങ്ങും? എന്തായാലും ആവട്ടെ. എന്തായാലും നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട്. 1 മണിക്കൂറുണ്ട് നമുക്കിനി അവിടം വരെ പോകാനായിട്ട്. ഗൈസ്, അപ്പോൾ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാവോ ഗൈസ്? കോളേജ് ബാഗൊക്കെ ആയിട്ട് പോവാ. നിങ്ങൾ വിചാരിക്കും പൊക്കൂടെ ഇങ്ങനെ താളമടിച്ചിരിക്കുന്ന എന്തിനാന്ന്. പോവാൻ തോന്നുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. കൊള്ളാവോ ഗൈസ്? കോളേജ് എത്തിയപ്പോൾ ടെൻഷൻ ആവുന്നു. ഇതാട്ടോ കോളേജ്, കാണിക്കാം. അപ്പോൾ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 കോളേജാണ് നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് ഗസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആയൂർ മർത്തോമ കോളേജിലാണ് വന്നിട്ടുള്ളത്. കോളേജിൻ്റെ മെയിൻ എൻട്രൻസ് ഒന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. ആ ഒരു ടെൻഷനിൽ അറിയാലോ, വിട്ടുപോകുമല്ലോ. അപ്പോൾ എന്തായാലും വഴി ഞാൻ കോളേജിൻ്റെ എല്ലാം വീഡിയോസൊക്കെ കാണിക്കാം. പിന്നെ ഇതുപോലൊരു കാർഡും അതുപോലെ തന്നെ നമുക്കൊരു പെന്നും തന്നിട്ടുണ്ടായിരുന്നു. പരിപാടി തുടങ്ങാൻ കുറച്ച് നേരം എടുത്തു. എന്തായാലും ചെണ്ടമേളം നടന്നു. ഈ ചെണ്ടമേളത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെന്താ ഇത്രയും സ്ലോ മോഷനിൽ നിന്നൊക്കെ തോന്നും. സംഭവം ഞാൻ ഉമ്മച്ചിയായിരുന്നു പോയി എടുക്കണേന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മായി വ്ളോഗ് എടുക്കാൻ ഏൽപ്പിച്ചാൽ ഇതുപോലൊക്കെ ഇരിക്കും. ഞങ്ങൾ സ്ലോ മോഷനിലൊക്കെ ആട്ടോ എടുക്കുന്നത്. എന്തായാലും ഇത് കണ്ടിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇത്രയ്ക്കും സ്ലോ മോഷൻ വേണ്ടായിരുന്നു, അതും ചെണ്ടമേളം. അപ്പോൾ ഇടയ്ക്ക് എന്തൊക്കെയോ കിട്ടി. ലാസ്റ്റ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ എടുത്തൊരു പോർഷൻ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു സ്ലോ മോഷനിലുള്ള ചെണ്ടമേളം ഉമ്മച്ചി എനിക്ക് വേണ്ടി എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും കൊള്ളാമല്ലേ ഗൈസ്? അങ്ങനെ തിരിയൊക്കെ തെളിയിച്ചു. ഇനി അപ്പോൾ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പ്രസംഗം അങ്ങനെ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചായ, അതുപോലെ തന്നെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് അത് കിട്ടി. അതെന്തായാലും വലിയൊരു ആശ്വാസമായിരുന്നു. അത്രയും നേരം ബോറടിച്ചില്ലെങ്കിൽ ഇരുന്നേനെ ഗൈസ്. ഇത് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ. ഫ്രണ്ടിൽ ഉമ്മച്ചിയുണ്ട്. പിന്നെ ഞാൻ ഉമ്മച്ചി ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കായിരുന്നു. കാരണം ആ ഒരു ഹോളിൽ നിന്ന് പേരൻസിനെ വിട്ടുമാറി വേറൊരു ഹോളിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ LKG എന്നെ കൊണ്ട് ചേർത്ത ആ ഒരു ഫീലായിരുന്നു. ഞാൻ ഉമ്മച്ചിയെ വിട്ടു പോകാനേ എനിക്ക് തോന്നിയില്ല. എന്തായാലും ഉമ്മച്ചി അവിടെ ഇരുത്തിയിട്ട് ഞാൻ അടുത്ത ഒരു ഹോളിൽ പോയിട്ടിരുന്നു. എനിക്കവിടെ ആരെയും സത്യം പറഞ്ഞാൽ പരിചയമൊന്നുമില്ല. പക്ഷേ ഇത് അമീറാട്ടോ, എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് അവളെ കിട്ടി. ഇനിയിപ്പോൾ കൂടെ എൻ്റെ കൂട്ടത്തിൽ കാണും. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ തന്നെ ഫ്രഷേഴ്സ് ഡേ ആ ഒരു പരിപാടിയൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളൊരിതായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനിയപ്പോൾ ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ള വിശേഷങ്ങൾ. ഇനിയപ്പോൾ ഡേ 1 ഞാൻ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം. നമ്മുടെ ലഞ്ച് ബോക്സ് തിരിച്ചു വന്നിരിക്കുകയാണ്. പാക്ക് ചെയ്യാനുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇത് പാക്ക് ചെയ്യണം. ഇതപ്പോൾ പാക്ക് ചെയ്യുന്നത് ഞാൻ ഷോർട്സിൽ ഇടുന്നുണ്ട്, അതിൽ കണ്ടാൽ മതി ഗൈസ്. ദോശയും കടലക്കറി ആട്ടോ, കുട്ടി കുട്ടി ദോശ. എപ്പോഴും എൻ്റെ വാട്ടുകേറ്റിനിടയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുട്ടി കുട്ടി ദോശയാകുമ്പോൾ 3 കഴിക്കത്തില്ല, എങ്കിലും കഴിക്കും. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു കേട്ടോ. ഇനി ഇതവിടെ കൊണ്ടുവരുന്ന് കഴിച്ചാൽ മാത്രം മതി. പഴയ എൻ്റെ പേഴ്സൊക്കെ ഞാൻ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പേഴ്സിലൊക്കെയാണ്, ബസ്സിലൊക്കെ കയറി പോവല്ലേ. പോരട്ടെ, ഇനിയുണ്ടോ? ഇതൊക്കെ എന്തിനാണോ എന്തോ. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ടൈമിന് എപ്പോൾ ബസ് കയറണം, അവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ചിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി ഏത് ബസ്സിൽ കയറണമെന്നൊക്കെ. അപ്പോൾ എന്നെ യാത്ര അയച്ചിട്ട് മുച്ച് പോവാണ്. അപ്പോൾ എന്തായാലും ബസ്സിൽ കയറി സെറ്റായി. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു ബസ്സിൽ പോയാൽ മതി എന്നൊക്കെ മനസ്സിലായി. എന്തായാലും അവിടെ എത്തി. അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തി കേട്ടോ.
ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ബെഞ്ചിൽ ഒരു വിൻഡോ സീറ്റ് തന്നെ സംഘടിപ്പിച്ചു. എന്തിനാന്ന് വെച്ചാൽ ഒന്നും ഇല്ലെങ്കിലും വെളിയിലോട്ടെങ്കിലും നോക്കി ഇരിക്കാമല്ലോ. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമുക്ക് ഫസ്റ്റ് ഡേ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതായത് നമുക്ക് കുറച്ച് കോഴ്സിനെ കുറിച്ച്. പിന്നെ നമുക്ക് അവിടുന്ന് സീനിയേഴ്സ് ഇതുപോലെ ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു ടാഗ് ഉണ്ടായിരുന്നു, പഠിച്ച് കയറി വാ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ആട്ടോ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. എൻ്റെ കൂടെ ഇരിക്കുന്ന ഇവർ രണ്ടുപേരാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം, 3rd ഫ്ലോറിലാണ് നമ്മുടെ ക്ലാസ്. എൻ്റെ പൊന്നെ ഗൈസ്, ഇത് കയറി ഇറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു ഇത് ദഹിച്ച് ഫുഡ് കഴിച്ചതൊക്കെ ദഹിക്കും. പിന്നെ നമ്മുടെ നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കുന്ന ഏത് കോഴ്സാണെന്ന് വെച്ചാൽ BA ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സീനിയേഴ്സ് നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നു. ഗൈസ്, ഞങ്ങൾക്ക് സീനിയേഴ്സ് ചോക്ലേറ്റ് കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പറൊക്കെ ഷെയർ ചെയ്ത് കളിക്കുക. എൻ്റെ കൂടെ ഇപ്പോൾ ഇവർ രണ്ടുപേരാട്ടോ ഇരിക്കുന്നത്. ഗൈസ്, ഞങ്ങളുടെ ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. ഉച്ചയല്ല, ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു ഇത് കാണുമ്പോൾ ഇച്ചിരി നാണമൊക്കെ ഉണ്ട് കേട്ടോ. അത് ശീലമായിക്കോളും. എന്തായാലും ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും പോവാണ്. ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണിക്കാം. പോവാട്ടോ, ടാറ്റോട്. ഇപ്പോൾ ക്ലാസ്സിൽ എൻ്റെ കൂടെ ഉള്ളത് അനഘ, അമീറ, ഇവർ രണ്ടുപേരുമാണ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. ഇനി ആരെങ്കിലും വരുമോ നോക്കാം. ബാക്കി ഫ്രണ്ട്സ് അല്ല എന്നല്ല കേട്ടോ, കുറച്ചുകൂടി നമ്മൾ കൂട്ടായത് ഇവർ രണ്ടുപേരും ആയിട്ടാണ്. പിന്നെ നമ്മൾ യൂണിഫോം ഒക്കെ എടുക്കാൻ പോയി. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് വിശേഷങ്ങൾ എന്നൊക്കെ പറയാനായിട്ട്. വഴിയും ഞാൻ ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരാം, കോളേജിൽ ഫുള്ള് കാണിക്കാം. നിങ്ങൾക്ക് കോളേജൊക്കെ ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തപ്പിപ്പറക്കി നടക്കുകയാണ് ഗൈസ്. എവിടെ ചെന്നാലും നമ്മൾ പെട്ടുപോകും. ഫുള്ള് എവിടേക്കോ സ്ഥലങ്ങളുണ്ട്, നമുക്കിനി പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോളേജും കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവാണ്. തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പപ്സും ഷാർജയൊക്കെ കുടിച്ചു. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സിലൂടെ ചോദിക്കുക. ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ അതിന് റിപ്ലൈ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.